ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ഒരു കിട്ടിയ സ്പോട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മുന്നേ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഇവിടെ അടിപൊളിയായിരിക്കും എന്തായാലും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളവിടെ പോയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മളിതിന് മുമ്പ് പോയപ്പോൾ എടുത്ത വീഡിയോ തന്നെയാണ്. സോ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മളെ ചാനലിൽ തന്നെയുണ്ട്. സോ അത് കാണാത്തവർ എന്തായാലും പോയിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ ചെറിയൊരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു സ്പോട്ട് എന്ന് പറയാൻ കിട്ടിയ സ്പോട്ടാണ്. ഞങ്ങളിത് വഴി തെറ്റിയിട്ടാണ് ഈ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുള്ളത്. അതായത് ഇത് ഇവിടെ നിന്ന് വരുന്നത് വെച്ചാൽ എടവണ്ണയിലുള്ള ഒതായ ഭാഗത്ത് വരുന്ന ഒരു ചോലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ആമസോൺ വ്യൂ പോയിന്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളെ ഗൂഗിൾ മാപ്പ് എന്ത് ചെയ്തിട്ട് വഴി കറങ്ങിയിട്ട് നമ്മളെ ആമസോൺ വ്യൂ പോയിന്റ് നേരെ ഓപ്പോസിറ്റുള്ള ഒരു സ്ഥലത്താണ് എത്തിച്ചിട്ടുള്ളത്. കിടില സ്പോട്ടാണ്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ അവിടെ എത്തുകയെന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, മഴയൊക്കെ പെയ്ത സ്ഥിതിക്ക് തന്നെ കുറച്ചൊക്കെ ഡേഞ്ചറാണ്. അപ്പോൾ അധികം പോകണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ടൈമിലൊക്കെ അവിടെ പോയാൽ കാണാനുള്ള അടിപൊളി കാഴ്ചകൾ നമ്മളവിടെ കാത്തിരിക്കേണ്ടത്. ഞങ്ങൾ പോയ സമയം എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു മഴക്കാലത്തല്ല. ഓക്കെ, മഴക്കാലത്ത് ഏകദേശം കഴിഞ്ഞ ഒരു ടൈമിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും വേഗം നമ്മൾ പോകും, അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പം ഇനി നമ്മളിതാ അങ്ങനെ ആ ഒരു സ്പോട്ടിൽ സത്യം പറയാലോ കിടു ഒരു വെള്ളച്ചാട്ടം വരുന്ന ചെറിയൊരു അരുവി പോലെയുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നല്ല അടിപൊളിയാണ്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ ചെറിയ ചെറിയ കോളനികളൊക്കെ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ വണ്ടി കൊണ്ട് അതിൽ പോകാൻ നോക്കിയെങ്കിലും അധികമൊന്നും ഈ ഒരു വണ്ടി വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അങ്ങനത്തെ റോഡാണ്, ട്രെക്കിങ്ങിനൊക്കെ പോകില്ല നമ്മൾ, അങ്ങനത്തെ ചെറിയൊരു റോഡാണത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ അതിലൂടെയൊക്കെ പോയിട്ട് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. വഴി തെറ്റിയാണ് ഇവിടെ എത്തിയത്, നേരെ ഓപ്പോസിറ്റാണ്. പിന്നെ അവിടെ ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് നമ്മളോട് പറഞ്ഞത് ആമസോണിക്ക് കുറച്ച് അപ്പുറത്തുകൂടെ പോവല്. പിന്നെ ഇതേ റൂട്ടിൽ നമുക്ക് കയറാൻ പറ്റും, പക്ഷേ ഇത് നേരെ തിരിഞ്ഞു പോകുന്ന ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഈ ട്രെക്കിങ് പോലെ ഈ റോഡിൽ കുറച്ചൊക്കെ മുന്നോട്ട് പോയി പിന്നെ നമ്മളെന്ത് ചെയ്ത് അതേപോലെ തിരിച്ചു. അപ്പം പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്ന സമയത്തായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഒന്നുകൂടി ചെയ്യാമെന്ന് കരുതി. കാരണം നിങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കാണാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്പോട്ട് ആരും മിസ് ചെയ്യണ്ട. നിങ്ങൾ ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മളിതാ അവിടെ നിന്ന് പിന്നെ ആമസോൺ, ഞാൻ പറഞ്ഞല്ലോ ആമസോണിൽ ലക്ഷ്യമാക്കിയായിരുന്നു നമ്മൾ യാത്ര. അതിന് നമ്മൾ ആമസോണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ആമസോൺ വ്യൂ പോയിന്റിൽ ഈ ടൈമിലൊക്കെ എത്തുകയാണെങ്കിൽ കിടില തന്നെയായിരിക്കും. സോ രാവിലേക്ക് നിങ്ങൾ പോകണം. ശരിക്ക് ഇത് നമ്മൾ പോയ ആ സമയം നമ്മൾ വൈകുന്നേരമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിലുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ രാവിലെ ഒരു 7 മണിക്ക് 6 മണിക്കൊക്കെ എത്തുകയാണെങ്കിൽ കിടും. ഓക്കെ, കിട്ടുമെന്ന് പറയാൻ കിടും, ഒന്നും വരാൻ രക്ഷയില്ല. മഞ്ഞൊക്കെ മൂടി ഒരു കോട മഞ്ഞിലുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, നമ്മളെന്തായാലും ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് തുടരുന്ന സാഹചര്യത്തിൽ അങ്ങോട്ട് പോകുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണ്. കാരണം മലയല്ലേ, അത്രയും കയറാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, മുകളിൽ കടകൾ ഇതൊക്കെ ഉണ്ട്. സോ ഞാൻ ഫുൾ വീഡിയോ എന്തായാലും ഇനി ഒരു പ്രാവശ്യം പോവുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ഈ ആമസോണിൻ്റെ ഏറ്റവും മുകളിൽ പാറകളിലൊക്കെ എന്തിട്ടുണ്ട് ഓരോരുത്തരുടെ നെയിമും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ഫുൾ സപ്പോർട്ട് തരാം. അപ്പോൾ അടുത്ത